Welcome to 1985 P5 MEDP training in terracotta crafts implemented by OISCA International South India Chapter at OISCA Youth Center, Kozhikode, aided by National Bank for Agriculture and Rural Development, NABARD. Rural Development Corporation അത് നബാർഡ് നടത്തുന്നത്. നബാർഡ് ആൻഡ് ഓയിസ്ക ചേർന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉള്ളത്. പോട്രിയാണ് നമ്മൾ ചെയ്യുന്നത്. ടെറാക്കോട്ട പോട്രിയാണ് നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഓൾമോസ്റ്റ് രണ്ടാഴ്ചയായി ബിദല മാമാണ് നമ്മളുടെ ട്രെയിനർ. നമ്മൾ ഇവിടെ പോട്രിയിലുള്ള പല മെത്തേഡ്സ് ഉണ്ട്. അത് പിഞ്ചിങ് മെത്തേഡ് ഉണ്ട്, മറ്റേ കോയിൽ മെത്തേഡ്, അങ്ങനെയൊക്കെ പല മെത്തേഡ്സ് ഉണ്ട്. സ്ലാബ് മെത്തേഡ്, അങ്ങനെ 3 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടാതെ ജ്വല്ലറിയും ഉണ്ട്. 15 ഡേയ്സിൻ്റെ പ്രോഗ്രാമാണ് നമ്മുടെ പ്രോഗ്രാം. ഓയിസ്കയുടെ കീഴിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. നബാർഡ് ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. 15 ദിവസത്തെ ക്ലാസ്സുകളും അവർക്ക് ഒരു ബിസിനസ്സായിട്ട് ഈ ഒരു സംരംഭം ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ബാങ്കിൻ്റെയും ലോണുകളെ കുറിച്ചിട്ടും ഒക്കെയുള്ള ക്ലാസ്സുകൾ ഇവർ കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റും അതിനുശേഷം അവർക്കൊരു എൻ്റർപ്രനറായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു കോഴ്സിലൂടെ നബാർഡും ഓയിസ്കയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നബാർഡിൻ്റെ ഫണ്ടിലാണ് ചെയ്യുന്നത്. സാധാരണ നബാർഡിന് ഇങ്ങനെ ഉള്ള ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട്. 15 ഡേയ്സിൻ്റെയും 10 ഡേയ്സ് ഫുള്ളി ഓൾമോസ്റ്റ് നബാർഡിൻ്റെ സ്പോൺസർഷിപ്പാണ്. പിന്നെ ഓയിസ്കയാണ് ഇവിടെ ഈ ഹാള് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ റെൻറ്റും കാര്യങ്ങളും ഒക്കെ അവർ തന്നെ വഹിക്കണം, ഓയിസ്ക തന്നെ വഹിക്കണം. പിന്നെ മറ്റ് ഇവിടെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി തരുന്നത് ഓയിസ്കയാണ്. ഓയിസ്കയുടെ ഒരു നല്ല എൻ്റർപ്രനേഴ്സിന് വേണ്ടിയിട്ട്, പുതിയ എൻ്റർപ്രനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നല്ലൊരു ഉദ്യമമാണ് ഇത്. എങ്ങനെയാണ് ഇത് അവർക്ക് അറിയുന്നത്? ഓയിസ്കയുടെ ത്രൂ ആണ് നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളത്. ഓയിസ്ക എന്ന് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ അവർ അതിൻ്റെ അഡ്വർടൈസിങ് ചെയ്തിട്ട് നമ്മളെല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതിലൊക്കെ അറിയിച്ചിട്ടാണ് നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളൊക്കെ എത്തിയിട്ടുള്ളത്. ഇവിടെ പൊതുവെ ആർട്ടിസ്റ്റ് ആണ് എല്ലാവരും തന്നെ, മിക്കവരും ആർട്ടിസ്റ്റ് തന്നെയാണ്. നമ്മൾ പലരും ഇവിടെ ഓയിസ്കയിൽ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റുഡൻസാണ്. പിന്നെ പുറത്തുനിന്നുള്ളവരും ഉണ്ട്. നമ്മളെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അങ്ങനെ മൗത്ത് ടു മൗത്ത് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ വാട്സപ്പ് വഴി ഒക്കെ ഉള്ള മെസ്സേജസ് ഒക്കെ പോയിട്ടാണ് നമ്മൾ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഇവിടെ എത്തിപ്പെട്ടത്. ഇത് പ്രിയ നന്ദു ഓയിസ്കയുടെ വിമൻസ് ചാപ്റ്റർ ഉണ്ട്, അതിൻ്റെ സെക്രട്ടറിയാണ്. അതിൻ്റെ മൊറോ ഞാൻ ഇവിടുത്തെ ഒരു മ്യൂറൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് 5 കൊല്ലം പഠിച്ച ആളാണ്. 5 കൊല്ലം അല്ല അല്ലേ, കൂടുതൽ, കുറേ നന്നായി വരയ്ക്കണ ആളാണ്. പേര് പറഞ്ഞില്ല. എൻ്റെ പേര് PB ബിദുല. ഞാനിവിടെ കോഴിക്കോട് സ്വദേശി തന്നെയാണ്. പോട്രി ആർട്ടിസ്റ്റാണ്. പ്രസിഡന്റ് മെഡലൊക്കെ കിട്ടിയ ആളല്ലേ? PM വിശ്വകർമ്മ ലോഞ്ചിനോടനുബന്ധിച്ച് PMമായിട്ട് സംസാരിക്കാനുള്ള വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ആണ്. മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുള്ള ആളാണ്. മോദിജിയുടെ അടുത്തുനിന്ന്, പ്രധാനമന്ത്രി മോദിജിയുടെ അടുത്തുനിന്ന് അങ്ങനത്തെ ഇത് കിട്ടിയിട്ടുള്ള ഒരാളാണ്. പല എക്സിബിഷൻസൊക്കെ ഡൽഹിയിലൊക്കെ ഉള്ള പല എക്സിബിഷൻസ്. എന്നാളത്തെ എക്സിബിഷൻ്റെ പേരെന്തായിരുന്നു പോയത്? വിവിധത അമൃത് മഹോത്സവ്, രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്ന വിവിധത അമൃത് മഹോത്സവ് എന്ന എക്സിബിഷനിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സൗത്ത് ഇന്ത്യ ബേസ് ആയിരുന്നു ആ എക്സിബിഷൻ ഉണ്ടായിരുന്നത്. തീർച്ചയായും, കാരണം ഇതിനകത്ത് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. ഇതിലെ ഫാമിലി വൈസ് ഒന്നും ഈ ഒരു ഫീൽഡിലുള്ള ആളല്ല, പക്ഷേ ഇതിനോടുള്ള പാഷൻ കൊണ്ട് മാത്രം ഇതിൽ വന്നിട്ടുള്ള ആളാണ്. അപ്പം പിന്നെ മോറോവർ ഇത് പഠിപ്പിക്കുക എന്നുള്ള മാത്രമല്ല, ഇതിൻ്റെ ആർട്ടിസാൻസിൻ്റെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റും കൂടെ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ പല കാര്യങ്ങളും ഇതിലയുടെ മനസ്സിലുണ്ട്, ഇനിയും ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡ്, ഇപ്പോൾ ടെറാക്കോട്ടയുടെ ഫീൽഡ്, അതിൻ്റെ എല്ലാ വശങ്ങളിലും എത്തിപ്പെടാനും അതിൻ്റെ നല്ല കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹമുള്ള ഒരാളാണ് ബിദുല. ബിദുലയുടെ കീഴിൽ ഇങ്ങനെ ഒന്ന് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വലിയ കാര്യം തന്നെയാണ്. മോറോവർ ഇവിടെ ഓയിസ്കയിൽ ഒരു മെമ്പറും കൂടിയാണ് ബിദുല.
പണ്ടേ OSK ആയിട്ട് കണക്ഷൻ ഉള്ള ആളാണ്. OSKയുടെ ജ്വാലാമുഖി അവാർഡ് തന്ന് ആദരിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അതെ അതെ. അതെ തീർച്ചയായും. MEDP ട്രെയിനിങ് ഇൻ ടെറോക്കോട്ട ക്രാഫ്റ്റ്സ് ജൂലൈ 7 മുതൽ 22 വരെ OISCA യൂത്ത് സെന്റർ കാലിക്കറ്റിൽ ഒരു 30 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഉണ്ടാക്കി വെച്ചതാണ് ഇവര് ഇവിടെ ട്രെയിനിങ് പീരീഡിൽ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? ട്രെയിനിങ് പീരീഡിൽ ഇവിടുന്ന് ഉണ്ടാക്കിയതാണ്. 30 പേരുടെ വർക്ക്ഷോപ്പാണ്. 5 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പും അവർ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒക്കെയാണ് ക്ലാസ് നടക്കുന്നത്. ഇതിപ്പം ഇവർ ജ്വല്ലറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബീഡ്സും ചെയ്തു വരുന്നേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിലുള്ള ഈ മണ്ണൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? മണ്ണല്ലേ ഇത്? മണ്ണ് പല സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കുന്നതാണ്. മണ്ണ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ അത് കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസമാണ് കിട്ടാൻ, നല്ല കോസ്റ്റ്ലിയാണ് താനും. ശരി, ഓക്കെ. പണ്ട് ഇപ്പം മലയോര മേഖലകളിലൊന്നും മണ്ണെടുക്കുന്നില്ല. വയലുകളിൽ നിന്ന് മണ്ണെടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മളെ കേരളത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് മണ്ണെടുക്കാൻ. അതെ അതെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ. ജിയോളജിയുടെ പേപ്പറൊക്കെ വേണം മണ്ണ് കിട്ടണമെങ്കിൽ. കിട്ടുന്ന ആൾക്കാരുണ്ടാവും, അവരിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതെ, പിന്നെ ഇപ്പം കർണാടകയിൽ നിന്നൊക്കെ വരുത്തുന്നുണ്ട്. കർണാടകയിൽ ഇതിൽ കൂടുതലുണ്ട് അല്ലേ? അവിടെ കുറച്ചും കൂടെ നമ്മളത്ര റിസ്കി ആയിട്ടുള്ള ഏരിയ അല്ലല്ലോ. നമ്മൾ ഈ പശ്ചിമഘട്ടവും മലനിരകളും ഒക്കെ ആയിട്ട് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു ഏരിയയിലാണല്ലോ. ഇവിടെ ഭയങ്കര റിസ്ക്കാണ് മണ്ണെടുക്കുന്നത്. പിന്നെ ഏരിയ കുറവാണ്, പിന്നെ ജനസംഖ്യ കൂടുതലാണ്. ഈ കളിമണ്ണിൽ ആദ്യമായിട്ടാണ് കളിമണ്ണ് ആദ്യം തൊടുക അല്ലേ? അവർക്ക് കൊടുക്കണം. അതെ, അവർ ഇൻട്രസ്റ്റോട് കൂടി. ചെറുപ്പകാലങ്ങളിൽ ചിരട്ടപ്പുട്ടും അത് മണ്ണുകൊണ്ടുള്ള ലാപ്പങ്ങളും ചുട്ടല്ലാതെ ആദ്യമായിട്ട് ഓർണമെന്റ്സും ഇങ്ങനത്തെ പോട്ടറി വർക്കും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആർട്ടിസ്റ്റാണ്, നന്നായി വരയ്ക്കും, പിന്നെന്താ എംബ്രോയിഡറി ചെയ്യും. എന്തായാലും സന്തോഷം. എന്റർപ്രണറാണ്. ഷോപ്പുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ ജ്വല്ലറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ എന്റർപ്രണർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടാവും അത് പറയൂ. ഇതുകൊണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ജ്വല്ലറി ഒക്കെ ചെയ്ത് ഷോപ്പിൽ വെക്കാം അല്ലേ? ഓൾറെഡി ഷോപ്പുണ്ട്, ആർട്ടിസ്റ്റാണ്. എല്ലാവരും കൂടി ചെയ്ത് എക്സിബിഷൻ നടത്താൻ തീരുമാനിച്ചു. ശരി, എക്സിബിഷൻ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നു. സത്യപ്രിയയാണ്. മ്യൂറൽ ഇവിടെ പഠിച്ചതാണ്, മ്യൂറൽ വർക്ക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ടെറക്കോട്ട വർക്ക്ഷോപ്പിൽ വന്നത് ഇപ്പോൾ കുറേ ജുവലറീസ് ആയാലും കുറേ പ്രോഡക്റ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പെയിൻറ്റിങ്ങും ഉൾപ്പെടുത്തിയിട്ട് കുറച്ചും കൂടി നല്ല പ്രോഡക്റ്റ്സ് ആയിട്ട് നമുക്ക് കൊണ്ടുവന്ന കുറേ എക്സിബിഷനിൽ സെയിൽ ചെയ്യാനും നല്ല ബെനിഫിറ്റ് ആയിരിക്കും. വളരെ നിങ്ങൾ ഓർണമെന്റ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ പെയിന്റ് ചെയ്യാലോ? അതെ അതെ, അതിൽ ഡിസൈനും പെയിന്റ് പല വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹെൽപ്പ് ഇപ്പോൾ ബിദില മാം നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും. ഇപ്പോൾ ഓർണമെന്റ്സ് ചെയ്താലും ബേക്ക് ചെയ്യാൻ വലിയൊരു സാധനം വേണം. അപ്പോൾ ബേക്കിംഗ് ഈ സാധനം ബേക്ക് ചെയ്യണം കാര്യമായിട്ട്. നമുക്ക് അതാണ് ഇപ്പോൾ ക്ലേ സപ്ലൈയും ബിദില മാം നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബേക്കിങ്ങും അവരുടെ അടുത്ത് വലിയ ബേക്കിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ പ്രോഡക്ട്സ് ചെയ്ത് അവരുടെ അടുത്ത് കൊടുത്താൽ അവർ ബേക്ക് ചെയ്ത് തരും. എന്നിട്ട് ആ ഫൈനൽ പ്രോഡക്റ്റിനെ നമുക്ക് OSKയിൽ പല എക്സിബിഷൻസൊക്കെ നമ്മൾ നടത്താറുണ്ട്. ലേഡീസ് ആലേക്ക് എന്നുള്ള പേരിൽ കുറച്ച് കാലമായിട്ട് എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. പെയിൻറ്റഡ് സാരീസും ഈ ധരണിയും നമ്മുടെ കൂടെ ഉണ്ടാവും. ബിദില മാമിൻ്റെ ആണ് ധരണി. അപ്പോൾ ആ ധരണി ഉണ്ടാവും. അപ്പോൾ രണ്ടുപേരും കൂടി ക്ലബ് ചെയ്തിട്ടാണ് കൂടുതൽ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാറ്. അപ്പോൾ ഈ പ്രോഡക്ട്സ് അവിടെ സെയിൽ ചെയ്യാം. ഇനി ഇപ്പോൾ ഇതിൽ വന്നുകൊണ്ട് നമ്മളെ തന്നെ കുറേ പേരുള്ളതുകൊണ്ട് നമ്മൾ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട്
ഒരു ശരിക്കും ഒരു ഔട്ട്ലെറ്റ് ആയാലും കുറേ എക്സിബിഷനിൽ കേരളത്തിൽ ഇപ്പോൾ ഓണമായാലും വിഷു ആയാലും കുറേ എക്സിബിഷൻസ് വരും. അപ്പോൾ കുറച്ച് പിന്നെ ലേഡീസ് നമ്മുടെ സപ്പോർട്ടും കൂടി പെയിന്റിംഗ് എക്സിബിഷന്റെ സമയത്തും ഒരു ഭാഗത്ത് വെക്കാമല്ലോ. ഇതൊരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആയിട്ട് വെക്കും. ഈ ജ്വല്ലറി മാത്രമല്ല, നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറേ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ നമ്മുടെ ദിയാസ് ഉണ്ട്, പിന്നെ കാൻഡിൽ സ്റ്റാൻഡ് ഉണ്ട്, അഗർബത്തി സ്റ്റാൻഡ് ഉണ്ട്, ടിഷ്യൂ ഹോൾഡർ ഉണ്ട്, പിന്നെ പെൻ സ്റ്റാൻഡ്, കോസ്റ്റർ ഹോൾഡർ ഉണ്ട്, പിന്നെ കുറേ ഫ്ലവർ വാസസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഷെഫ് പോലത്തെ നമ്മൾ തന്നെ സ്ലാബ് മെത്തേഡ്, കുറേ മെത്തേഡ്സ് ഉണ്ട് ഇതിൽ. ബിദില മാം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ത്രൂ നമുക്ക് കുറേ പ്രോഡക്ട്സ് ചെയ്തിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ഷോ പീസായിട്ട് അവർക്ക് വെക്കാം. പിന്നെ കുറേ ഇവിടെ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഒരു കണ്ണാടി വെക്കുന്ന ഒരു അത് വളരെ നല്ല ഭംഗിയായിട്ട് പല പ്രോഡക്ട്സ് ചെയ്തിട്ടുണ്ട്. അത് ഉള്ളിലാണ് നല്ല കുറേ ആനിമൽസ് ഉണ്ട്, പൂച്ചയുണ്ട്, പാണ്ട, അങ്ങനെ ഒരു മൂക്ക് തന്നെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗണപതി ചെയ്തിട്ടുണ്ട്, പിന്നെ കുറേ കപ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഇത്രയും വർക്ക്സ് പഠിച്ചത്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ചൊരു ടഫ് തോന്നിയിരുന്നു. പിന്നെ ചെയ്ത് പല മെത്തഡ്സ് വന്നപ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് തന്നെ പ്രൈസ് റേഞ്ച് അത്ര ഐഡിയ ഇല്ല. വളരെ നല്ല ഇതൊന്നും നമുക്ക് തീരെ അറിയാത്ത ആളുകളാണ്. ഇത്രയും പ്രോഡക്ട്സ് ചെയ്തപ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് നമുക്ക്. അങ്ങനെ ഇപ്പോൾ ഒരു 7-8 ഡേയ്സ്, ഒരു 10 ദിവസം കൊണ്ടാണ്. പക്ഷെ ഇനി പ്രോഡക്ട്സ് ഒരു 10 ഡേയ്സും ഇല്ല, ഒരു 7-8 ഡേയ്സിൽ നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആകെ 1-2 പേരേ ഉള്ളൂ ക്ലേനോട് മണ്ണ് തൊട്ടിട്ടില്ല. ഡെഫിനറ്റ്ലി വെറും പെയിന്റ് മാത്രമേ തൊട്ടിട്ടുള്ളൂ. ഷുവർ, ദാറ്റ്സ് ദ ട്രൂത്ത്. അതെ ഇത്രയും ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷമാണ്. ഇത്രയൊന്നും നമ്മൾ ചെയ്യുമെന്ന് പ്രതീക്ഷയില്ല. ഈ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ എന്താ പറയുക, നമ്മളുടെ പോർട്ടറിൻ്റെ ആൾക്കാരെ ബുദ്ധിമുട്ടുകൾ അറിയുന്നത്. സത്യത്തിൽ ഇത്രയും കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് അവർ നമ്മളെല്ലാത്തിനും വില പേശി. ഒരു കലം വാങ്ങാൻ പോയാലും നമ്മൾ ഇതൊക്കെ തരുമെന്ന് ചെറിയ വിലക്ക് കിട്ടണം. അവർ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അവരിലൊരു മതിപ്പാ തോന്നുന്നത്. അവരൊരു മാറ്റി നിർത്തിയ വർഗമാതിരി ആയിരുന്നു നമ്മൾ. അപ്പം നമുക്കിതില്ലാതെ കഴിയാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ടുണ്ട്. എന്താ പറയുക, അലൂമിനിയം പറ്റില്ല, ഒരുവിധമൊന്നും നമുക്ക് ഹെൽത്തിന് ഹാനികരമാണ്. അപ്പോൾ ഇങ്ങനെയൊരു മണ്ണ് തന്നെയാണ് നമുക്ക് പ്രകൃതിയോട് ചേർന്നാലേ നമ്മളുടെ ആരോഗ്യത്തിനും നല്ലത് അതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസമൊക്കെ കുറച്ച് പ്രയാസമുണ്ടായി. ആദ്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലതും കളയേണ്ടി വന്നു. പിന്നെ നമുക്ക് പെർഫെക്ഷനായി. ചെയ്ത് നമുക്ക് ഇനി തറയായി. ഇതിനു മുന്നേ ചെയ്തിട്ടില്ല ഇല്ല. നമ്മൾ സ്കൂൾസിലൊക്കെ നമ്മളിങ്ങനെ അതേമാതിരി എൻ്റെ മക്കളൊക്കെ നന്നായി ചെയ്യുന്നു. ഓൺ ദ സ്പോട്ട് തീം കൊടുത്തിട്ട് എന്താ അമ്മയും കുഞ്ഞെന്ന് പറഞ്ഞിട്ട് മോള് കുട്ടിക്ക് പാല് കൊടുക്കുന്ന ഒരു രംഗമൊക്കെ വരച്ചിട്ട് പ്രൈസൊക്കെ കിട്ടി. വരയ്ക്കുന്നുണ്ട്. വരയ്ക്കും. ഒരുവിധം എല്ലാം ചെയ്ത് നോക്കും, വെറുതെ ഇരിക്കാറില്ല. സീനിയർ സിറ്റിസൺ ആണ്. 76 വയസ്സായി. ഞാൻ ഇൻകം ഓഫീസിൽ 38 കൊല്ലം ഇൻകം ടാക്സ് ഓഫീസിൽ വർക്ക് ചെയ്തതാ. എന്തെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ അങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്ക് അതിന് തന്നെ ഒരു അപ്രീസിയേഷൻ വേണം അല്ലേ? റിട്ടയർ ചെയ്തു, 60 വയസ്സിൽ റിട്ടയർ ചെയ്തു. അതെ, ഇപ്പോഴും ചെറുപ്പം എന്നുള്ള ഇതിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് എന്റർപ്രണർ ആവണമെന്നൊന്നുമില്ല, പക്ഷേ ഒരിക്കലും ഇല്ല. അവരുടെ കൂട്ടത്തിൽ ചേർന്നിട്ട് നമുക്ക് അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കാൻ പറ്റും. നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമുക്ക് അവർക്ക് ചെയ്തിട്ട് അവരെ ആ ടീം ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റ് ആയി തോന്നുന്നുണ്ട്. നമുക്ക് ഒന്നാമത്തത് ഇതൊരു മെഡിറ്റേഷൻ മാതിരിയാണ്. നമ്മൾ മൗനമായിട്ട് ഇരുന്ന് ചെയ്യുമ്പോയില്ലേ, കോൺസെൻട്രേഷൻ മുഴുവൻ ഇതിൽ കൊടുക്കുക. നമ്മളെ മൈൻഡും കാമാവുന്നുണ്ട്. ഒരു എന്താ പറയുക, മെഡിറ്റേഷൻ തന്നെ പറയാം, ഒരു എക്സസൈസ് കിട്ടിയ മാതിരിയാണ് മനസ്സിന്. നമ്മളാകെ ഇപ്പം വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇന്ന് ക്ലാസ് കഴിയല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ്. വലിയ സന്തോഷമുണ്ട് കേട്ടോ. ശാന്തേച്ചി ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ് ഒരാള്. എന്റർപ്രണർ. എൻ്റെ പേര് പ്രിയ എന്നാണ്. ഞാനൊരു ഓൺലൈൻ സ്റ്റോർ നടത്തുന്നുണ്ട്. മ്യൂറൽ പ്രിയ എന്നാണ് ബ്രാൻഡ്. അതും ആർട്ട് റിലേറ്റഡ് ആണ് കൂടുതലും.
എൻ്റെ പേര് പ്രിയ എന്നാണ്. അപ്പോൾ മ്യൂറൽ പെയിൻറ്റിങ് വരുമ്പോൾ മ്യൂറൽ പ്രിയ. പെയിന്റിംഗ്, സാരീസ്, കുറേ ഓൺലൈൻ പ്രോഡക്ട്സ് ഉണ്ട്. സാരീസ് മാത്രമല്ല, മ്യൂറൽ പെയിൻറ്റിങ്സ്, മ്യൂറലിൻ്റെ പോട്ട്സ്. ഞാൻ മാത്രമല്ല, ഫസ്റ്റ് ഞാൻ തുടങ്ങിയ സംഭവമായിരുന്നു. അത് കുറേ ആർട്ടിസൻസ് ചെയ്യുന്നത് ഞാനിപ്പം സെയിലും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആ മ്യൂറൽ പ്രിയ വളർന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ടെറാക്കോട്ട നല്ലൊരു ഓപ്ഷനാണ്. കുറേ ആൾക്കാർ ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. കുറേ ലേഡീസിന് നല്ല കാശ് ഏർണിങ്സ് കിട്ടുന്ന പരിപാടിയാണ്. അപ്പം ഞാനൊരു കാര്യം സെയിൽ ചെയ്യുന്നതിൻ്റെ കൂടെ അത് എങ്ങനെയാണ് നടത്തുന്നതെന്നുള്ളത് ആദ്യം എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇത് നല്ല അടിപൊളി ക്ലാസ്സാണ്. ഇതിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മുടെ പ്രധാനമന്ത്രിൻ്റെ അടുത്തുനിന്ന് എടുത്തു വരെ നിന്ന ആളാണ്. ഇപ്പം അവർ ചെയ്തിട്ട് പ്രോഡക്ട്സ് ഇങ്ങനെയല്ല അവസാനം ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. പെയിന്റിങ് ചെയ്ത് എത്ര ടൈം എടുക്കും? നമുക്ക് എങ്ങനെ കസ്റ്റമേഴ്സ് എങ്ങനെ പറയുന്നു അതേപോലെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. എത്ര ടൈം എടുക്കും ഇപ്പൊ നമ്മൾക്ക് എങ്ങനെയൊരു മാല ചെയ്യുകയാണെങ്കിൽ? അത് വർക്കിനനുസരിച്ച്. അപ്പം വലിയ കൂടുതൽ വർക്ക് ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് വരും. പിന്നെ ചെറുതാണെങ്കിൽ അപ്പം ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം ഉണങ്ങാൻ വെക്കണം. അത് കഴിഞ്ഞ് ബേക്ക് ചെയ്യണം. ബേക്ക് ചെയ്താലാണ് പൊട്ടാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് പ്രയാസമൊന്നുമില്ല. അത് നമ്മൾ ചൂളക്ക് ഇടുക എന്ന് പറയാം. അത് അതിൻ്റേതായിട്ടുള്ള ഒരു സാധനം ഉണ്ട്. മേടിക്കലല്ല, അത് ഉണ്ടാക്കണം. അത് വലിയ പോട്ട്സൊക്കെ ആണെങ്കിൽ വലിയ ചൂളകൾ വേണം. ഇങ്ങനത്തെ ജ്വല്ലറിക്കൊന്നും അത്ര വലുത് വേണ്ട. നമുക്ക് നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് അത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് പെയിൻറ് ചെയ്യാനുള്ള ഒരു സമയം കൂടി വേണം. ഇത് ആക്ച്വലി നല്ല ഈസിയാന്ന് പറഞ്ഞാലും ഇതിൻ്റെ പ്രോസസ്സ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാർ ചെയ്താലാണ് അതിൻ്റെ ആ ഒരു ഭംഗി വരുള്ളൂ. ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ലോങ് ലാസ്റ്റിംഗ് കീപ്പ് ചെയ്യുന്ന പോലെ. അതെ. ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി ഇടുക എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ കൂടെ തന്നെ ഇവിടെ തന്നെ ഉള്ള കുട്ടി ചെയ്തതാണ്. രമ. ഞാൻ 20 വർഷമായിട്ട് ഗുജറാത്തിലായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് എന്തിലെങ്കിലും എൻഗേജ്ഡ് ആവണം എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ഞാൻ വിതിലായിട്ട് സംസാരിച്ചപ്പോൾ വിതിലേൻ്റെ കൂടെ കൂടി ഞാൻ ഫസ്റ്റാണ് ഇവിടുന്നാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നാട്ടിലേക്ക് വന്ന്. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് ഇപ്പോൾ ഇതിൽ എൻഗേജ്ഡ് ആയപ്പോൾ. നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഇതുപോലെ ഇതൊക്കെ അറിയാൻ പറ്റി. ഇതിനെപ്പറ്റിയൊക്കെ മണ്ണുകൊണ്ടൊന്നും ഒരിക്കലും നമ്മൾ കളിക്കുന്നേ ഇല്ലല്ലോ. ഇപ്പം മണ്ണിലൊക്കെ തൊട്ട ആ ഒരു അനുഭവം എല്ലാം. ഡാൻസിൽ പോയി അരങ്ങേറ്റം കഴിഞ്ഞു. എല്ലാം വ്യാഴാഴ്ച ആയിരുന്നു അരങ്ങേറ്റം. ഭരതനാട്യം. ഞങ്ങൾ ഇവിടെ വരമുദ്ര ചുങ്കം, വെസ്റ്റിൽ ചുങ്കത്ത്. എൻ്റെ മക്കളൊക്കെ അരങ്ങേറ്റം കഴിഞ്ഞതാണ്. ഗുരുവായൂരായിരുന്നു, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ. എന്താ പറയണ്ടേ, നല്ലൊരു വൈബായിരുന്നു. 15 ദിവസത്തെ ക്ലാസ്സാണ്. ചെയ്തിട്ടില്ല, ടെറാക്കോട്ടൊന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ചെയ്യാം. പക്ഷേ ഇത് നല്ലൊരു ഈസി അല്ല, കുറച്ചൊരു പ്രയാസമുണ്ട്. മണ്ണ് കുഴച്ച് ഇതാക്കി എടുക്കാനൊക്കെ താല്പര്യമുണ്ട്. ഇല്ല വിട്ടു പോരുന്നതാണ് ആഗ്രഹം. എന്നാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ശരി, താങ്ക് യു. അമൃത എവിടെ എത്തി? ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഞാൻ ഇതാക്കിയിട്ട് സോഫ്റ്റാക്കി എടുക്കാൻ മിനുസപ്പെടുത്തിയിട്ട്. അല്ല, പേപ്പറല്ല, അതൊരു എന്താ ഫോണിന്റെ ബാക്കിലുണ്ടാവുന്ന ഒരു സാധനമല്ലേ, അത് കട്ട് ചെയ്ത് 3 പീസാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇതിനെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഉരയ്ക്കണം. കൈ കൊണ്ട് ഉരയ്ക്കുമ്പോൾ കൈ ഇങ്ങനെ അമർന്നു പോയാൽ അവിടെ അപ്പോൾ അങ്ങനെ കുഴി പോലെ വരും. അപ്പോൾ അതുകൊണ്ട് അത് അതെ തന്നെ ആർട്ടിസ്റ്റാണ്. പക്ഷെ നമുക്ക് ഗോൾഡിനേക്കാളും പേടിക്കേണ്ട ആവശ്യമില്ല. കള്ളന്മാർ കൊണ്ടുപോകുന്നതൊന്നും പേടിക്കേണ്ട. അതൊരു കേരള സാരി കൊടുത്തിട്ട് ഒരു വലിയൊരു ടെറാക്കോട്ടിൻ്റെ ഒരു മാല ഇട്ടാൽ തന്നെ നല്ലൊരു ഗ്രാൻഡ് ലുക്കാണ്. അപ്പോൾ പേടിക്കാതെ നമുക്ക് എല്ലാവർക്കും ഇടാനും പറ്റും. കളേഴ്സിനനുസരിച്ചിട്ട് മാച്ചിങ് ആയിട്ട് ഇടാനും പറ്റും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. ഏപ്രിൽ ഉണ്ടായിരുന്നില്ല. 2 ആവുന്നു. 2 ആഴ്ച ആവണം. എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ നിങ്ങൾ എവിടെയോ പോയല്ലോ? ഇന്നലെ ഞങ്ങള് നിലമ്പൂര് പോയി. നിലമ്പൂര് അവിടെ ഒരു ഗ്രാമത്തില് ഈ പോട്ടറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ വീട് വിസിറ്റ് ചെയ്തു. അതിൽ അവർ ചെയ്യുന്ന ഇതൊക്കെ കണ്ടു. വീലിൻ്റെ അകത്ത് ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും. ഗ്രാമം നിലമ്പൂര്. ഇത് പലർക്കും പല ശൈലിയാട്ടോ ഇത് പൊക്കുന്നത് അല്ലേ.
ഉള്ള ഒരാളുടെ അയാളുടെ മകനും വൈഫും രണ്ട് ആൾക്കാരും പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാരൊന്നും ഈ ഒരു ഇതിലേക്ക് വരികയാണ്. അപ്പം ഇവർ രണ്ടുപേരും അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഈ വർക്ക് ചെയ്യാണ്. ഒരാൾ പിന്നെ ഇരിങ്ങലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരാൾ തിരുവനന്തപുരത്ത് ആർട്ട് വില്ലേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ട് കാണാൻ വേണ്ടി അവരെ സെയിൽസ് അവർ ഇങ്ങനെ ഓണത്തിന് അങ്ങനെ വിഷുവിനൊക്കെ ചന്തയിലൊക്കെ ഉണ്ടാവും. പിന്നെ അവർ തലയിൽ ചുമടായിട്ട് കൊണ്ടുപോയിട്ട് അവരെ വൈഫ് മുത്തൂന്ന് അതിലാണ് അവർ അങ്ങനെ തലയിൽ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് ഉണ്ടാക്കും. അതല്ലേ നമുക്കറിയാത്തൊരു ഫീൽഡും ഒരു അറിയാത്ത ആൾ. അതെ അതെ അതെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കാലം നിന്ന് പോകുന്ന ഇതാണല്ലോ ഇങ്ങനത്തെ തൊഴിലൊക്കെ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇങ്ങനെ ഇതിൽ കൂടെ ആകുമ്പം ഈ പറയുന്ന ശിവ എന്ന് പറഞ്ഞ ഫോണിന്റെ ഇട്ടുണ്ട്, ഈ മണ്ണിനെ കൊണ്ട് ആംപ്ലിഫയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള പലതും അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ ആണല്ലോ പിള്ളേര്, അപ്പൊ അവർ അവരുടേതായ ഇതിൽ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓ ആയിക്കോട്ടെ, സമയം പോലും അറിയുന്നില്ല. ഇവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. കാരണം നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസ് അവരുടെ ചൂളയിൽ ബേക്ക് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഇവിടെ പഠിച്ച എല്ലാവരും കൂടെ ഒരു എക്സിബിഷൻ ഓണത്തിനോ അല്ലെങ്കിൽ ഡിസംബറിൽ ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ നടത്തിയാൽ നല്ല സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു. അതെ 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 അതെ. ഓയിസ്ക വിമൻസ് ചാപ്റ്റർ ഉണ്ട് കേട്ടോ. എല്ലാവരും ഹൗസ് വൈഫ്സ് ആണ്. അപ്പോൾ പിന്നെ നമ്മൾക്കും വീട്ടിലൊരു ഇതാണല്ലോ മനസ്സിലൊരു സന്തോഷം. മെയിനായിട്ട് അതാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാം മറന്നിട്ട് നമ്മൾ ഇതിൽ ഏതാ ന്യൂ ഇയറിലൊക്കെ കുട്ടികൾ ഞങ്ങൾ ഓരോരുത്തർ ചെയ്തത് ഞങ്ങളെ ബാച്ച് പഠിച്ച ഒരാൾ ഞങ്ങളെ ബാച്ച് ഇതിലുണ്ടോ അയാൾ ചെയ്തതാ? യേശു യേശു പിടിച്ചു നോക്കാനും ധൈര്യം ഉണ്ടാവും. അതുണ്ടാവും, ഇല്ലാത്തവർക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ അതെ, പഠിച്ചുകൊണ്ടിരിക്കണു. ഒരു പുതിയ എക്സ്പീരിയൻസ്. ഇത് പുതിയ ആള് ജുംക്കാണ്. ജിംകയുടെ അടിഭാഗം അത് നമ്മൾ ബോൾസ് ഉണ്ടാക്കിയിട്ട് അത് അകം ഇങ്ങനെ കാവ് ചെയ്തെടുത്തിട്ട് അതിന് മേലെ ഡിസൈൻ ചെയ്തിട്ട് ഹുക്ക് പിടിപ്പിക്കുന്നതാണ്. ഈ ഡിസൈൻ നിങ്ങൾ ഇതുകൊണ്ടൊക്കെയാണ്? ഞാൻ നൈഫൊക്കെ ഇതാണ് ഇതുകൊണ്ടാണ് ചെയ്തത്. അതെന്താ അത് നമ്മൾ ശരി, ഇതാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നത്? ഓക്കെ. അല്ലാതെ കൈകൊണ്ട് ഇങ്ങനെ ഇവിടെ ചെയ്യുന്നത് ഈ ടേബിളിൽ ചിമ്മിയാണ് എന്നുവെച്ചാൽ നമ്മൾ അത് സെയിം സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഉരുട്ടി കഴിഞ്ഞാൽ സെയിം ഒരെണ്ണം ഒരു ഇതും ഒരെണ്ണം ഒരു ഇതുമായി പോകും. അതെ, രണ്ടും രണ്ട് സൈസാവും. സെയിം ഈക്വൽ ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പെൻറ്റൻസ് ആണ് ഇത്. പെൻറ്റൻ്റ് ആണ്. അപ്പം അതിന് നമ്മൾ ഗുങ്ക്രു ഉണ്ടാക്കിയിട്ട് ഹുക്ക് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഹുക്കൊക്കെ എങ്ങനെ വെച്ചു? ഹുക്ക് ഇങ്ങനെ ഒരു നിക്രോൺ വയറാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഹുക്കാക്കിയിട്ട് പിന്നെ അത് ഫിക്സ് ചെയ്യുന്നതാണ്. അധികം ഡ്രൈ ആവുന്നതിന് മുന്നേ, ഒരുപാട് വെറ്റുമല്ല, അധികം ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ നമ്മളത് ഫിക്സ് ചെയ്യും. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഹുക്ക് കയറില്ല, ഡ്രൈ ആയിട്ടില്ലെങ്കിൽ ഹുക്ക് താഴേക്ക് വരികയും ചെയ്യും. ഇനി ഇത് അങ്ങനെ തന്നെ ചൂളയിൽ വെക്കണം. ഇത് അങ്ങനെ തന്നെ ചൂളയിൽ വെക്കണം. ആൻഡ് ആഫ്റ്റർ ദറ്റ് കളർ ചെയ്യുക, അത്രയേ ഉള്ളൂ. എല്ലാം കൂടി എത്ര ടൈം എടുക്കും?
ഇറ്റ് ഡിപ്പെൻസ്. പെൻഡന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പെൻഡൻറ്റ് കുറേയും കൂടെ ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് സ്ലാബാക്കി വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഏത് ഷേപ്പാണോ പ്രിഫർ ചെയ്യുന്നത് ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. പക്ഷേ ജുംകാസ് ഡിഫിക്കൾട്ട് എന്താ വെച്ചാൽ അത് നമ്മൾ ആദ്യം ചെയ്യുമ്പം അതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് ഉണ്ടാവുക. അത് പിന്നെ നമ്മൾ അത് ഉള്ളിലത്തെ ഇത് കാവ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ അത് ടേക്സ് ടൈം. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുത്തിട്ട് അതൊന്ന് സ്മൂത്ത് ചെയ്തിട്ട് പിന്നെ നമുക്കതിൽ നമ്മുടെ മനസ്സിലുള്ള ഡിസൈൻ എന്താണോ അത് ചെയ്താൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ പെൻഡൻസ് ആർ ഈസിയർ, മച്ച് ഈസിയർ ദാൻ ജുംകാസ്. സമയം പോവും എന്തായാലും അല്ലേ? അതെ, സമയം പോവും എന്തായാലും. എക്സിബിഷനൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്, ചെയ്യാറുണ്ട്. ഇനി അടുത്തത് ഇതാ ജുംക ആൻഡ് പെൻഡൻസ് എക്സിബിഷൻ. ഞാനൊരു സ്റ്റിച്ചിങ് ആൻഡ് ഡിസൈനിങ് ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഓയിസ്കേൻ്റെ ഇതിൽ നിന്ന് അറിഞ്ഞ് വന്നതാണ്. നബാർഡിൻ്റെ ടെറാക്കോട്ട ക്ലാസ് ഉണ്ട് പറഞ്ഞിട്ട്. നമുക്ക് ഷോപ്പിൽ ഈ സാധനം എനിക്ക് വളരെ യൂസ്ഫുള്ളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഡ്രസ്സിൻ്റെ കൂടെ ഓർണമെൻറ്റ്സും അതിൻ്റെ ഹോൾ സെറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് മൈൻഡ് നല്ലോണം റിലാക്സ് ആവും. ഇത് നമ്മൾ അത്രയും ക്ഷമയും വേണം, കോൺസെൻട്രേഷനും വേണം. അപ്പോൾ വേറൊരു ലോകത്തേക്കുള്ള ചിന്തകളൊന്നും ഉണ്ടാവില്ല ഈ സാധനം ചെയ്യുന്ന സമയത്ത്. വെള്ളിമാടൊന്നും അവിടെ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്തു തരും. അല്ലാതെ അവിടെ ഞാൻ മെറ്റീരിയൽ സേവ് ചെയ്ത് വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തു തരും. ഇവിടുന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തം ഡിസൈനിൽ ചെയ്യുന്നു. ഞങ്ങൾ മ്യൂറൽ പഠിക്കുന്നുണ്ട്, കുറേ കാലമായി മ്യൂറൽ പഠിക്കുന്നു. പിന്നെ ഇത് പഠിക്കുമ്പോൾ അതിലും ഈ മ്യൂറലിൻ്റെ ഇത് കൊണ്ടുവരാമെന്നുള്ളതിലാണ്, അതും കൂടിയാണ് ഇത് പഠിക്കാൻ വന്നത്. നല്ലൊരു മനസ്സിന് നല്ലൊരു ഇത് തരുന്ന. എന്തെങ്കിലും അങ്ങനെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടിയുണ്ടോ? ഇത് ചെയ്തിട്ട് ഇതിലൂടെ മ്യൂറലിലൂടെ ഇതിൻ്റെ മേലെ ചെയ്യാമെന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലോണം ചെറുതായിട്ടൊന്ന് വരയ്ക്കും ചെറുപ്പം മുതലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജോയിൻ ചെയ്തതാണ്. വലിയ ഇഷ്ടമാണ് പഠിക്കാൻ. ഇത് എന്തെങ്കിലും മുന്നിലേക്കൊരു ഭാവിയിലൊരു വരുമാനമാക്കി മാറ്റണം എന്ന് തന്നെയാണ് താല്പര്യം. മാർക്കറ്റിങ്ങും കൂടെ പഠിക്കും. അതെ, പഠിക്കാം. നബാർഡുമായിട്ടാണ് അവർ കുറച്ചും കൂടെ പറഞ്ഞു തരും. 2 ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുകൂടി പഠിക്കാൻ പറ്റുന്നതാണ്. കുറേ സ്കീംസ് ഉണ്ട്, ബാങ്കിൻ്റെ കുറേ സ്കീംസ് ഉണ്ട്. നബാർഡാകുമ്പോൾ കുറച്ചും കൂടെ പറഞ്ഞു തരും. ഹൗസ് വൈഫായി അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഇവിടെ വന്നു. ഞാൻ വാട്ടർ പ്ലാന്റ്സ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് ലോട്ടസും വാട്ടർ പ്ലാന്റ്സും. ലോട്ടസാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഓൺലൈൻ സെയിലാണ്. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ച് ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോട്ടസ് ഇപ്പോൾ ഒരു 10-25 വെറൈറ്റി ഉണ്ട് ലോട്ടസും വീട്ടിൽ. വീട്ടിലാമ്പലും. ശരി, കാണേണ്ടതാണല്ലോ, ഒരു ദിവസം വരുന്നുണ്ട്. തീർച്ചയായിട്ടും. പേരെന്താ? എൻ്റെ പേര് ഹസീന. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ വരും? അല്ലെങ്കിൽ ഇതിനൊരു പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനും മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ടുള്ള റേറ്റ് ഇടാൻ പറ്റും. പ്രത്യേകിച്ച് ടെറാക്കോട്ട ജ്വല്ലറി പിന്നെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ ഇപ്പം ഓൺലൈൻ അവൈലബിൾ ആണ്. നമുക്ക് അതിൻ്റെ ഒരു മാർജിൻ വെച്ചിട്ട് നമുക്ക് ഏകദേശം റേറ്റ് ഇടാൻ പറ്റും. പിന്നെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വർക്ക് ആകുമ്പം അയാളിടുന്ന റേറ്റാണ് ആ പ്രൊഡക്റ്റിൻ്റെ റേറ്റ്. പിന്നെ ഫിനിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇതിനൊരു റേറ്റ് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ മാർക്കറ്റ് തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ്. പിന്നെ എക്സിബിഷൻസ് ഉണ്ട്. ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന പല എക്സിബിഷൻസും ഉണ്ട്. അതിൽ ഈ നബാർഡിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞവർക്ക് നബാർഡിൻ്റെ സപ്പോർട്ടോടുകൂടി എക്സിബിഷനുകൾക്ക് പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് വരുന്നതും എത്ര വരും? നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ എന്ന് വെച്ചാൽ ക്ലേ വേണം. പിന്നെ ഇതിനിപ്പം ജ്വല്ലറിക്കാണെങ്കിൽ അതിനുള്ള കമ്പി കാര്യങ്ങളൊക്കെ വേണം. ഒരുപാട് ആക്സസറീസ് വേണം.
മറ്റ് പ്രോഡക്റ്റ്സ് ആകുമ്പോൾ ക്ലേ മാത്രം വരുന്നുള്ളൂ, പിന്നെ അതിൻ്റെ ടൂൾസും നമ്മളെ ഇഷ്ടമുള്ള ഡിസൈനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത്. പിന്നെ നല്ല പാക്കിംഗ് വേണം. നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ വിൽക്കുകയാകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പാക്കിംഗ് തന്നെയാണ് ടെറാക്കോട്ടൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം അത് പൊട്ടാതെ എത്തിക്കാനുള്ള പ്രയാസം, ഒരാളിലേക്ക് എത്തണം. അപ്പം ഇങ്ങനെ അമർന്നു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അതിൽ ഈ 2 സൈഡിൽ നിന്നൊരു പുഷ് കിട്ടിയാലും അത് പൊട്ടിപ്പോകും. അപ്പോൾ അതിനനുസരിച്ചുള്ള പാക്കിംഗ് ആയിരിക്കണം. അതെല്ലാം നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്യാൻ. പക്ഷെ എന്നാലും നല്ല മാർക്കറ്റുള്ള പ്രോഡക്റ്റ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന, ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റ്സും തന്നെ നല്ല മാർക്കറ്റുള്ള പ്രോഡക്റ്റ്സാണ്. ഇവരെല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്നുണ്ട്. പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്. ഇൻട്രസ്റ്റ് ആണ് ഇതിന് മെയിനായിട്ടുള്ള കാര്യം. ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിലല്ലേ ചെയ്തിട്ട് കാര്യമുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ ചെയ്യാനിരിക്കുകയുള്ളൂ, അത് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമല്ല മാനദണ്ഡം. ഒരു എൻ്റർപ്രീനർ ആവാൻ ഏത് ഏജിലും നമുക്ക് പറ്റും. ഇനി ലേറ്റായി പോയി എന്നൊരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓൾറെഡി ഓൺലൈൻ ഇതുള്ളവരാണ്. ഓൺലൈൻ സെയിലുള്ളവരുണ്ട്, പിന്നെ അല്ലാതെ എക്സിബിഷനൊക്കെ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഷോപ്പുകളിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കസ്റ്റമർ ഉള്ളവരുണ്ട്. പല രീതിയിലും ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രിയനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. പ്രിയ ഒരു അങ്ങനെയുള്ള എൻ്റർപ്രനറാണ്. ആൾ വളരെ പോപ്പുലറായിട്ടുള്ളൊരു എൻ്റർപ്രനറാണ്. ഈ ഒരു മേഖലയിൽ ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇവിടെ തന്നെ പ്രിയയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട്. അവരുടെ പ്രോഡക്ട്സ് പ്രിയ സെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താങ്ക് യു. മോദിജിയുടെ അടുത്ത് അവാർഡ് കിട്ടിയ ആളാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. മോസ്റ്റ് വെൽക്കം. താങ്ക് യു. അവരൊക്കെയാണ് എൻ്റെ ടീംമേറ്റ്സ്. പ്രിയ, നമുക്ക് എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നു ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു ഇത് സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു എന്താ പറയുക സംരംഭം അവർക്ക് തുടങ്ങാനും അതിനുള്ള പ്രോത്സാഹനം വോയിസ്ക്ക് കൊടുക്കണു. പിന്നെ അതിനുള്ള ടീച്ചേഴ്സ്, നിങ്ങൾ അതിൻ്റെ സംഘാടകർ ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം, നല്ല സന്തോഷമുണ്ട്. അതെ. അല്ല, ഇത്രയും സ്ത്രീകൾ എല്ലാവരും മിക്കവാറും എല്ലാവരും ഹൗസ് വൈഫ്സാന്ന് പറയും. അപ്പം എന്നാലും പലരും ഇതിലേക്ക് കടന്നു വരുന്നവരാണ്. അപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി വരുന്നു. എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. കാരണം വളരെ പീസ് ഓഫ് മൈൻഡ് തരുന്നു. ഇതിൽ മുഴുകുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അത് വളരെയധികം സന്തോഷം എല്ലാവരെയും കണ്ടിട്ട്. ഓക്കെ, താങ്ക് യു മാഡം. ട്രെയിനിങ് ഇൻ ടെറാക്കോട്ട ക്രാഫ്റ്റ്സ് ചെറുതായിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രോഡക്ട്സും പിന്നെ ഈ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിൻ്റെ ഓരോ അനുഭവങ്ങളും എൻ്റർപ്രനേഴ്സായിട്ട് വരാനുള്ള ആഗ്രഹങ്ങളും എല്ലാ ഏജിലും ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം എല്ലാവരിലും കണ്ടു. അതെ 76 വയസ്സിലും ഒക്കെ ഏത് ഏജിലും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊരു പരിപാടി ചെയ്യാൻ പറ്റിയതിലും താങ്ക് യു. ബൈ.